മാധവനൊരു പൂച്ചയെ കണ്ട് പേടിച്ചെടുക്ക. എടാ, പേടിക്കുന്നതിനെ കുറിച്ച് നീ സംസാരിക്കാൻ പാടില്ല. അതാണ് നിനക്ക് നല്ലത്. ഇരുട്ട് വീണതും ആരെ പേടിച്ചോടാൻ പോകുന്നത് എനിക്കറിയാം. എന്താ സംശയമുണ്ടോ ഗോപു? മാധവ, ഇതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം. ഇനി ഞാൻ ഇതിലാണ് ട്രാവൽ ചെയ്യുന്നത്. ചേട്ടാ, ഈ വസൂലി ബായ് സീറ്റില്ലാത്ത സ്കൂട്ടർ എങ്ങനെയായി ഓടിക്കുന്നത്? അത് സ്കൂട്ടറിലുള്ള പോലെ 2 ടയറും പിന്നെ ഹാൻഡിലും ഉണ്ടല്ലോ. ബാക്കിയുള്ള ബോഡി പാർട്സ് ഒക്കെ എവിടെ പോയി ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. വസൂലി ബായ്, എടാ, ഞാനിങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ നടുക്കേറിയെന്ന് തടഞ്ഞു നിർത്തിയത്? കാരണം ഞങ്ങൾ ഇതുവരെ റോഡിൽ ഇതുപോലത്തെ ഒരു വണ്ടിനെ കണ്ടിട്ടേ ഇല്ല. അല്ല, ഇതെന്താ സാധനം? സ്കൂട്ടർ ആണോ അതോ സൈക്കിൾ ആണോ? എടാ, ഇത് സൈക്കിളും അല്ല സ്കൂട്ടറും അല്ല. ഇതിനെയാണ് ഷഗു എന്ന് പറയുന്നത്. നല്ല സ്പീഡിലാ പോകുന്നത്. ട്രാഫിക്കിലും അതുപോലെ തന്നെ വണ്ടികൾക്കിടയിലൂടെ ഓടി നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. അല്ല, നിങ്ങളിപ്പോ ഈ വണ്ടിയില് എവിടെയാ പോകുന്നേ? എടാ, ഞാൻ ഈ ഷഗ്വ വിൽക്കുന്ന ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചിരിക്കുക. അതിന്റെ ഓർഡർ രംഗുബായിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡെലിവറി കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഡെലിവറി കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കിയാലോടാ. എന്തെങ്കിലും പറഞ്ഞ് വസൂലി ബായിനെ താഴേക്ക് ഇറക്കണം. അതേതായാലും കാലക്ക് വസൂലി ബായ്. ഈ സെഗ്ബി വന്നതുകൊണ്ട് സൈക്കിളിന്റെയും ബൈക്കിന്റെയും കച്ചവടം അടച്ചു പൂട്ടേണ്ടി വരും. ഫിനിഷ്. എടാ, സൈക്കിൾ സ്കൂട്ടർ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇനി അടുത്തതേ ട്രെയിൻ. അങ്ങനെ എല്ലാത്തിനെയും ഫാക്ടറി അടച്ചു പൂട്ടിക്കളയും. ഇനി റോഡില് വസൂലിബായുടെ സെഗ്വേ മാത്രമായിരിക്കും ഓടുക. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്ന് മതിയാക്ക്. വസൂലി ബായ്, ഞാനിപ്പോ സെഗ്ബിയിൽ ഒരു റൗണ്ട് പോകുന്നത് നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് പറയില്ലല്ലോ അല്ലേ? ഓഫ് കോഴ്സ് നോ. ഇല്ലല്ല, ഞാൻ പറഞ്ഞു വന്നതേ. അതെ അതെ, സെഗ്വേ അത് ഞാൻ ഓടിക്കും. ഓ, ഹലോ ഹലോ ഹലോ, വസൂലി ബായ് ആദ്യം എനിക്കാണ് തരാന്ന് പറഞ്ഞത്. എനിക്ക് മാത്രം. ചേട്ടാ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ എപ്പോഴാ തരാന്ന് പറഞ്ഞത്? സെഗ്ബി ആദ്യം ഓടിക്കും. ഇല്ല, അത് ഞാൻ ഓടിക്കും. അല്ല, ആദ്യം ഞാൻ ഓടിക്കും. ഞാൻ ഓടിക്കാൻ പോകുന്നത്. ഞാൻ ഓടിക്കും. ഞാൻ ആദ്യം ഓടിക്കും. അയ്യോ, എന്റെ നാട് ഉടഞ്ഞേ. ആരെങ്കിലും ഇതൊന്നും ശരിയാക്കിത്താ. വസൂലിബായുടെ നടുവോടി നിന്നോ? അത് ഞാൻ ശരിയാക്കാൻ പോവാ. ഞാൻ ആദ്യം ഓടിക്കാൻ പോകുന്നത്. എന്റെ അമ്മ, ഒന്ന് പതുക്കെ വസൂലി ബായ്. വസൂലി ബായ് പതുക്കെ. എന്റെ നാട് ഉടഞ്ഞതാ തോന്നുന്നത്. വസൂലി ബായ്, വസൂലി ബായ്, ലിസൺ ടു മീ. ഈ ചൂടുവെള്ളം നിറച്ച ബാഗ് നിങ്ങളുടെ മുതുകിൽ വെക്കുമ്പോൾ നടുവിലുണ്ടായിരുന്ന വേദനയൊക്കെ പെട്ടെന്ന് ശരിയാകും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത് ചൂടുവെള്ളമാണോ അതോ വൽക്കാനോടെ ലാവയോ? ചൂടുവെള്ളം നിറഞ്ഞ ബാഗ് വെച്ച് വിട്ടുവിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം ഗോപു. വസൂലി ബായ്, ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഇപ്പോഴൊരു അല്പം ആശ്വാസമുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് വാ, വേഗം. അവന്മാരെ തടഞ്ഞു നിർത്തണം. ഗോപു, നീ അവന്മാരെ തടഞ്ഞു നിർത്ത്. ഞാൻ വസൂലി ബായിക്ക് കഷായം കൊണ്ടുവരാം. എടാ, ഈ ഹോട്ട് വാട്ടർ ബാഗ് ഒന്ന് എടുത്ത് മാറ്റ്. ദേഹം മൊത്തം പൊള്ളുന്നു. എടാ, മാറാ മാറാ, പെട്ടെന്ന് വഴി മാറി നിൽക്കടാ. പുറം വേദന ഉണ്ടെങ്കിൽ ഈ ഐസ് വെച്ച് ശരിയാക്കി പെട്ടെന്ന് പമ്പകൾ കൂടെ. അല്ല, നടുവേദനയ്ക്ക് ചൂടുവെള്ളം വെച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഇത് സംഗതി കൊള്ളാലോ. ആരെങ്കിലും ഐസ് കെട്ടി ഒന്ന് എടുത്ത് മാറ്റ്. ആദ്യം എന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റ്. ഓ, ചില സമയം വായിക്കാനോ ചില സമയം ഐസ് മല. അയ്യേ, ഈ കഷായത്തില് വേപ്പില, പാവക്ക, ഇഞ്ചി പിന്നെ വെന്തയും ഉണ്ട്. നടുവേദനയ്ക്ക് ഇതാണ് ബെസ്റ്റ് മെഡിസിൻ. നടുവേദന ശരിയായില്ലെങ്കിലും അയാളുടെ നാക്ക് തീർച്ചയായും ഡാമേജ് ആകും. ഇനി എന്റെ മുതുകിൽ ആരും ഒന്നും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. വസൂലി ബായ്, നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് പുറത്തുനിന്നും അല്ല ചെയ്യേണ്ടത്. നമുക്ക് അകത്തും കൂടി ചെയ്യാം. നോക്കിക്കോളൂ.
അകത്തുകൂടി ചെയ്യാനോ എന്ന് വെച്ചാ വസൂലി ബായ്, ഈ മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് പാല് കുടിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ നടുവേദന എല്ലാം ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ശരിയാകുന്നേ. അത് എഴുന്നേറ്റിരിക്കേ. ഗോപു എന്തെങ്കിലും ചെയ്യടാ, അല്ലെങ്കിൽ മാധവൻ മഞ്ഞൾപ്പൊടി പാലിൽ കടന്ന് അയാൾക്ക് കൊടുത്ത് സെഗ്ബി അങ്ങ് എടുത്തോണ്ട് പോവും. ഐഡിയ കിട്ടിപ്പോയി. അയ്യോ, പൂച്ച, നിനക്ക് എവിടുന്നാണ് നടുവേദന വന്നത്? നീ വസൂലി ബായിക്ക് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി കലക്കിയ പാൽ എന്തിനാ കുടിക്കുന്നത്? എടാ ലക്ഷ്മണ, പൂച്ച അടിച്ച് പുറത്താക്കടാ. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ നടു ഓടിച്ചു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ റൂമും തല്ലി പൊളിക്കോടാ. വസൂലി ബായ്, വേഗം ഈ കഷായം ഒന്ന് കുടിക്ക. നിങ്ങളുടെ ഈ നടുവേദന ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ശരിയാകും. ശരിക്കും പറഞ്ഞ ഇപ്പൊ എനിക്ക് ഭയങ്കര തലവേദനയാ. എന്റെ ബുക്ക് ഷെൽഫ് പൊളിച്ചു. എന്താ ഇത്? വസൂലി, എന്റെ സെഗ്വ എവിടെയുള്ളത്? എനിക്ക് തരാനുള്ള സെഗ്വ കൃത്യസമയത്ത് ഡെലിവറി കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടാ, ഇനി ആ സെഗ്വ ആര് കൊണ്ടുപോയി ഡെലിവറി കൊടുക്കും? വസൂലി ബായ്, നിങ്ങൾ വിഷമിക്കണ്ട. 1/2 മണിക്കൂർ എന്തിനാ? ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് ഈ സെഗ്വ കൊണ്ടുപോയി ഡെലിവറി ചെയ്തോളാം. വസൂലി ബായ്, ഞാൻ വെറും 5 മിനിറ്റിൽ സെഗ്മെന്റ് ഡെലിവറി കൊടുത്തേക്കാം. പ്രോമിസ്. സെഗ്വ എനിക്ക് തന്നേക്കേ. വസൂലി ബായ്, സെഗ്മെന്റ് ഞാൻ കൊടുക്കാം. ഇവന്മാര് കാരണം ഇപ്പൊ എനിക്ക് കഴുത്തും വേദനിക്കുന്നു. ഇപ്പൊ ഈ പുതിയ വേദന എവിടുന്നാ വന്നത്? ആദ്യം നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ നടു ഓടിച്ചു. അത് കഴിഞ്ഞ് എന്റെ റൂം തന്നെ തല്ലി തകർത്തു. ഇപ്പൊ ഇതാ എന്റെ കഴുത്ത് ഉളുക്കിപ്പോയി. വസൂലി ബായ്, ഇപ്പൊ ഇത് നിന്നോട് പറയുന്നോ അതോ എന്നോട് പറയുന്നോ? രണ്ടുപേരും മിണ്ടരുത്. ഞാൻ നിങ്ങൾ രണ്ടാളോടും കൂടിയാ പറയുന്നത്. വസൂലി ബായ്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട വസൂലി ബായ്, ഞാനിതാ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അയ്യോ ഭൂതം! എന്ത് മണ്ടത്തോടാ വിളിച്ചു പറയുന്നേ? ഇത് ഞാനടാ, നല്ലോണം നോക്ക്. വസൂലി ബായ്, നിങ്ങള് ലെഫ്റ്റ് കട്ട് ചെയ്യൂ. എടാ, നിന്റെ ലെഫ്റ്റ് ആണോ അതോ എന്റെ ലെഫ്റ്റോ? നിങ്ങളുടെ ലെഫ്റ്റ്. എടാ, മുമ്പിൽ ഒരു കുഴിയുണ്ടടാ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. സോറി വസൂലി ബായ്, ആക്ച്വലി ഞങ്ങളുടെ ലെഫ്റ്റ് ആണ് കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ വിഷമിക്കണ്ട വസൂലി ബായ്, നിങ്ങൾ വെള്ളത്തിൽ വീഴാതെ ഞാൻ രക്ഷിച്ചോളാം. വെള്ളത്തിൽ വീഴാതെ എന്നെ രക്ഷിച്ചു. പക്ഷെ ഞാനിപ്പോ ആകാശത്ത് പറന്നോണ്ടിരിക്ക. വസൂലി ബായ്, അവൻ പറയുന്നത് നിങ്ങളുടെ സെഗ്മെന്റ് ഓഫ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യ്. ഇതിന്റെ ഓഫ് ബട്ടൺ എവിടെയാ ഉള്ളത്? എവിടെയാ? എന്റെ കഴുത്തിൽ ഉളുക്ക് മാറിപ്പോയി. എന്റെ നടുവേദനയും പോയല്ലോ. എന്റെ എല്ലാ വേദനയും പോയി. ഞാനിപ്പോ നോർമലായി മാറിയിരിക്കാം. കണ്ടോ, ഞാൻ കാരണമാണ് വസൂലി ബായിന്റെ ബാക്ക് പെയിൻ മാറിയത്. ഞാനാണ് കാരണം. ഇനി എനിക്ക് തരും സെഗ്ബി. വസൂലി ബായിയുടെ വേദന മാറാൻ നീ അല്ല കാരണം, ഞാനാണ് അതിന് കാരണം. നീ കണ്ടോ, അയാളുടെ സെഗ്വ എനിക്കാണ് ഓടിക്കാൻ തരിക. എടാ, എന്റെ സെഗ്വ അത് എവിടെയാ ഉള്ളത്? അങ്ങോട്ട് നോക്ക്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ സെഗ്മ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ അടിച്ചു പൂട്ടി. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങള്